നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയ്ക്ക് ഇത് ഒരു കഷ്ടകാലമാണ്. നമുക്കറിയാം, പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു തുടക്കം റയലിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ക്ലബിന് വേണ്ടി ആകെ 18 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 6 ഓപ്പൺ പ്ലേ ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ ഒരു നിർണായകമായ പെനാൽറ്റി അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന് ലഭിക്കുന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഏറെയാണ്. എംബപ്പയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിന്നും ഉയരുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഇതിഹാസമായ ഗൂട്ടിയും ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് എംബപ്പെ ആകെ പേടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് നഷ്ടമായി എന്നുമാണ് ഗൂട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ എംബപ്പയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എംബപ്പയ്ക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ നിരീക്ഷിക്കണം. അദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടമായിട്ടുണ്ട്. പേടിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള ആ പെനാൽറ്റി എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ശരിക്കും പേടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അദ്ദേഹം തന്നെ ഹാപ്പിയല്ല. തീർച്ചയായും റയലിനെ പോലെയുള്ള ഒരു ക്ലബിലേക്ക് എത്തുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ഒരു മോശം കാര്യമായിരിക്കും. മറിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് കിലിയൻ എംബപ്പെ എന്ന കാര്യം മറക്കാൻ പാടില്ല. ഇതാണ് റയലിൻ്റെ ലെജൻഡായ ഗൂട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇടത് വിങ്ങിലായിരുന്നു എംബപ്പെ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു യഥാർത്ഥ പൊസിഷനിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടും ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി റയൽ ഗെറ്റാഫെക്കെതിരെയാണ് അടുത്ത മത്സരം കളിക്കുക. ആ മത്സരത്തിലെങ്കിലും എംബപ്പെ ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.